കൈവശരേഖയും അനാവകാശ രേഖയും ഉണ്ടെങ്കിലും ഭൂമിക്ക് പട്ടയമെന്ന സ്വപ്നം ഇനിയും അകലെയാണ്. ഇടുക്കി പീരിമേട് പ്ലാക്കത്തട നിവാസികൾക്ക് ഭൂമിക്ക് പട്ടയം ലഭിക്കാത്തതിനാൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ കൃഷിക്കോ ബാങ്ക് വായ്പ പോലും എടുക്കുവാൻ കഴിയുന്നില്ല. പട്ടയത്തിനായി നിവേദനങ്ങൾ നൽകി കാത്തിരിക്കുകയാണ് പ്ലാക്കത്തട നിവാസികൾ. പീരിമേട് ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി ഉന്നതിയാണ് പ്ലാക്കത്തടം. ഇവിടെ ആളുകൾ താമസം തുടങ്ങിയിട്ട് 80 വർഷം കഴിഞ്ഞു. മലയാളിക വിഭാഗത്തിൽപ്പെട്ട 90ഓളം കുടുംബങ്ങൾ ഇവിടെയുണ്ട്. 1950കളിൽ തിരുവിതാംകൂറിന്റെ അധീനതയിൽപ്പെട്ട മുറിഞ്ഞപുഴ, വളഞ്ഞാങ്കാനം മേഖലകളിൽ മലമ്പനിയെ ചെറുക്കുവാൻ കൊയിന കൃഷി ആരംഭിച്ചു. കൊയിനത്തോട്ടത്തിൽ തൊഴിലെടുത്തിരുന്ന മലയാളി വിഭാഗത്തിൽപ്പെട്ടവർ പ്ലാക്കത്തടത്ത് താമസം ഉറപ്പിക്കുകയും പിന്നീട് ഇവർക്ക് ഭൂമി തിരിച്ചു നൽകുകയും ചെയ്തു. ഇവരുടെ പിന്മുറക്കാരാണ് ഇവിടെ താമസിക്കുന്നവരിൽ അധികവും. തങ്ങളുടെ ഭൂമിക്ക് പട്ടയം വേണമെന്ന ഇവരുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഞങ്ങൾക്ക് പട്ടയം വേണമെന്നിങ്ങനെ ഞങ്ങൾ അലമറിയിട്ട് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും അപേക്ഷകൾ കൊടുത്തു. നേരിട്ട് കണ്ട് സംസാരിക്കുന്നിടത്ത് അങ്ങനെ സംസാരിച്ചു. രാഷ്ട്രീയമായിട്ടാണെങ്കിൽ പോലും ഞങ്ങളതിന് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും ഗുണങ്ങളുണ്ടാകുന്നില്ല. എല്ലാം നേരെ ഘടകവിരുദ്ധമാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം? ഞങ്ങൾക്കും പട്ടയം വേണ്ടേ? പട്ടയം കിട്ടിയാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റും. പെൺകുട്ടികളുടെ വിവാഹം ഇതൊക്കെ ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുമായിരുന്നു. ഇപ്പം നമ്മൾ ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു വിടണമെങ്കിൽ സ്വന്തം കൈക്കാശ് ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്കൊരു വേറെ ആളുടെ വായ്പ വാങ്ങാനോ ബാങ്കിൽ ചെന്ന് ചോദിക്കാനോ ലോണായിട്ട് നമുക്ക് കിട്ടാനോ യാതൊരുവിധ മാർഗവുമില്ല. അപ്പം പെൺകുട്ടികളെ വിവാഹം കഴിച്ചു വിടുന്നതിന് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ആയിട്ട് വരുന്നത് ഈ പട്ടയമായിട്ടുള്ള പ്രശ്നം. കൃഷി മാത്രം ഉപജീവന മാർഗമാക്കി മുൻപോട്ട് പോകുന്നവരാണ് ഇവർ. പട്ടയത്തിനായി നിരവധി നിവേദനങ്ങൾ നൽകിയെങ്കിലും അനുകൂല നടപടി ഉണ്ടായിട്ടില്ല. ഇടുക്കി വിഷൻ ന്യൂസ്, പീരിമേട്.